ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിലെ ഡിഫറെൻ്റ് സ്ക്രിപ്റ്റ്സ്, ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് സ്ക്രിപ്റ്റ്സിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So JavaScript, Ajax, VBScript, PHP, Active Server Page, Java Server Page, Cascading Style Sheets, ഈ സ്ക്രിപ്റ്റ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതൊരു സ്ക്രിപ്റ്റും സാധാരണ HTML ടാഗുകളുടെ കൂടെ തന്നെ എംബഡ് ചെയ്യുകയാണ് ചെയ്യുക. എന്താണ് എംബഡ് ചെയ്യുക? സാധാരണ HTML കോഡിൽ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ യൂസ് ചെയ്യുക. അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് സ്ക്രിപ്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗും എൻഡിങ്ങിൽ ഒരു /സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗും യൂസ് ചെയ്യും. ഇതാണൊരു ബേസിക് ആയിട്ട് ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. ഇനി നമ്മൾ ഓരോരോ സ്ക്രിപ്റ്റിനെ കുറിച്ച് അതിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സും നോക്കാം. എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് VBScript. അതുപോലെ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ VBScript. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള പോയിന്റുകളാണ്. ഈ പോയിന്റുകൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. സോ വാട്ട് അബൌട്ട് ജാവാസ്ക്രിപ്റ്റ്? ഇറ്റ് ഈസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ജാവാസ്ക്രിപ്റ്റ് പ്രധാനമായും ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനർത്ഥം അത് ക്ലയൻറ്റ് സൈഡിൽ മാത്രമാണെന്നല്ല, സെർവർ സൈഡിലും യൂസ് ചെയ്യാം. പക്ഷേ ക്ലയൻറ്റ് സൈഡിൽ ഉപയോഗിക്കുന്ന സാധാരണ യൂസർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ്. യൂസ്ഡ് ടു മേക്ക് വെബ് പേജസ് ഇൻറ്ററാക്റ്റീവ്. വെബ് പേജുകളെ ഇൻറ്ററാക്റ്റീവാക്കി മാറ്റുക, യൂസർ കൊടുക്കുന്ന ഡാറ്റയെ വാലിഡേഷൻ ചെക്കിംഗ് നടത്തുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വർക്ക്സ് ഇൻ ഓൾമോസ്റ്റ് എവറി വെബ് ബ്രൗസേഴ്സ്. നോർമലി ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ധാരാളം വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബ്രൗസേഴ്സിലും എക്സിക്യൂട്ട് ചെയ്യും, വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ്. JavaScript is popular as a tool for validation of forms. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഫോംസിൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ വാലിഡ് ഓർ ഇൻവാലിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജാവാസ്ക്രിപ്റ്റ് സാധാരണ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഏജ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ചോദിക്കുന്ന ഒരു ബോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് നോർമലി നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യേണ്ടത് ഒരു ടെക്സ്റ്റായിട്ടാണ്. നിങ്ങളറിയാതെ അവിടെ നമ്പർ ടൈപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉടനെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. പ്ലീസ് ഇൻപുട്ട് സം ക്യാരക്ടേഴ്സ്, പ്ലീസ് ഇൻപുട്ട് എ നെയിം എന്ന് ഉള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു വാലിഡിറ്റി ചെക്കിങ്, ആ ബോക്സിനകത്ത് നിങ്ങൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ടെക്സ്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പെർഫോമിംഗ് സിമ്പിൾ കാൽക്കുലേഷൻസ് ആൻഡ് ഓൾസോ ഫോർ ബ്രിങ്ങിങ് അനിമേഷൻസ് ടു എ വെബ് പേജ്. സാധാരണഗതിയിൽ വളരെ ചെറിയ കാൽക്കുലേഷൻസ്, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് നടത്താൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാം. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള അനിമേഷൻസ് നിങ്ങളുടെ വെബ് പേജിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പക്ഷേ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത്തരത്തിലുള്ള പോയിന്റുകളൊന്ന് ഓർത്ത് വെക്കുക. VBScript പ്രത്യേകതകൾ നോക്കുക. VBScript ഈസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. VBScript സാധാരണ ഉപയോഗിക്കുന്നത് ക്ലയൻറ്റ് സൈഡിലും ഉപയോഗിക്കാറുണ്ട്, സെർവർ സൈഡിലും ഉപയോഗിക്കാറുണ്ട്. ക്ലയൻറ്റ് സൈഡിൽ ഉപയോഗിക്കുന്ന VBScriptകൾ അൺഫോർച്ചുനേറ്റ്ലി അത് എല്ലാ വെബ് ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്നില്ല. VBScript സപ്പോർട്ട് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ പോലുള്ള ബ്രൗസേഴ്സ് മാത്രമാണ്. ബാക്കിയുള്ള ബ്രൗസേഴ്സ് VBScript സപ്പോർട്ട് ചെയ്യാറില്ല. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വിഷ്വൽ ബേസിക് എന്നുള്ള മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ടാണ് VBScript ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ
VB-script is popular for server-side scripting. നേരത്തെ പറഞ്ഞു VB-script സെർവർ സൈഡിലും ഉപയോഗിക്കാം, ക്ലയൻറ്റ് സൈഡിലും ഉപയോഗിക്കാം. ക്ലയൻറ്റ് സൈഡിൽ ഉപയോഗിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സെർവർ സൈഡിൽ ഇപ്പോൾ .NET ഫീച്ചേഴ്സ് .NET പ്ലാറ്റ്ഫോമിൽ ചെയ്തു തുടങ്ങിയത് കൊണ്ട് തന്നെ VB-script വളരെ പോപ്പുലറാണ്. VB-script ഉപയോഗിക്കുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള സെർവേഴ്സിലൊക്കെ VB-script വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ JavaScript and VB-script differentiate. Okay, now what about PHP? Hypertext Preprocessor. PHP എന്നുള്ളതും ASP എന്നുള്ളതും രണ്ടും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. രണ്ടും ക്ലയൻറ്റിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. രണ്ട് PHP ആയാലും ASP ആയാലും JSP ജാവ സെർവർ പേജ് ആയാലും മൂന്ന് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും സെർവർ സൈഡിൽ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ഒന്നുകൂടി PHP, ASP, JSP, all these scripting languages are used in servers, not in clients. Okay, now PHP is an open source. Open source means you can freely use. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, പേയ്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള ഓപ്പൺ സോഴ്സ് ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ദാറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ വെബ് ഡെവലപ്മെൻറ്റ് ആൻഡ് ക്യാൻ ബി എംബെഡഡ് ഇൻ ടു HTML കോഡ്. സാധാരണ HTML കോഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എംബെഡ് ചെയ്യാൻ സാധിക്കും PHPയും. It is a server-side scripting tool and its code is similar to Java, C and Perl. ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. നേരത്തെ പറഞ്ഞു ഇത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ജാവയുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു സാമ്യത തോന്നാം, C ലാംഗ്വേജുമായിട്ടോ പേൾ ആയിട്ടോ. വാട്ട് ഈസ് പേൾ? പ്രാക്ടിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിപ്പോർട്ട് ലാംഗ്വേജ്. അപ്പോൾ ജാവ, C, പേൾ തുടങ്ങിയ ലാംഗ്വേജസുമായിട്ട് ചെറിയ സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും PHPയുടെ കോഡിന്. The main objective of PHP is to develop dynamic web pages. Dynamic web pages create ചെയ്യാനാണ് PHP ഉപയോഗിക്കുന്നത്. After execution of the PHP code in the web server, an HTML page is created which is sent to the client browser. PHP code execute ചെയ്ത് കഴിഞ്ഞാൽ ഒരു HTML web page അവൈലബിൾ ആയിരിക്കും. ആ HTML web pageനെ സെർവറിൽ നിന്നും ക്ലയൻറ്റിലോട്ട് സെൻഡ് ചെയ്യുന്നു. PHP supports for database programming. സാധാരണ PHP ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ ഫെച്ച് ചെയ്യാൻ സാധിക്കും. ഡാറ്റ മാനിപ്പുലേഷൻസ് ഡാറ്റാബേസിനകത്ത് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ PHP ഉപയോഗിക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. ഓക്കെ, നൗ ആക്റ്റീവ് സെർവർ പേജ്. PHP എന്നുള്ളതൊരു ഓപ്പൺ സോഴ്സ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റേതാണ് ആക്റ്റീവ് സെർവർ പേജ് ASP. ഈ സെർവേഴ്സ് അതും ഉപയോഗിക്കുന്നത് സെർവർ സൈഡിൽ തന്നെയാണ്, പക്ഷേ അതൊരു പ്രൊപ്രൈറ്ററി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, ഒരു ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് അല്ല. എന്താണ് ഓപ്പൺ സോഴ്സും പ്രൊപ്രൈറ്ററിയും തമ്മിലുള്ള വ്യത്യാസം? ഓപ്പൺ സോഴ്സ് മീൻസ് you can freely use, whereas proprietary software means proprietary language means you have to purchase it. Okay, now it's a server-side scripting language, can be used to create and run interactive web pages. Here also you can create interactive or dynamic web pages. Then ASP files have the extension .asp. .asp എന്നുള്ള എക്സ്റ്റൻഷൻ ആയിരിക്കും നിങ്ങളുടെ ഫയലിനുണ്ടായിരിക്കുക. അതുപോലെ PHPയുടെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .php. Okay, now these files are compiled using a feature built in Microsoft's web server software, Internet Information Server. Normally ASP എന്നുള്ള ഈ പ്രോഗ്രാം, ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുക മൈക്രോസോഫ്റ്റിൻ്റെ സെർവറുകളിൽ മാത്രമാണ്. മൈക്രോസോഫ്റ്റ് വെബ് സെർവർ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്, ഇൻ്റർനെറ്റ് ഇൻഫോർമേഷൻ സെർവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ASP വർക്ക് ചെയ്യുക. കാരണം ASP ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ്.
Okay, it is a very powerful scripting language that provides support to a variety of database. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സെക്യൂരിറ്റി ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ പല ഫോർമാറ്റിലുള്ള ഡാറ്റാബേസുമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് ഡാറ്റാബേസിലെ ഡാറ്റ ആക്സസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ആക്റ്റീവ് സെർവർ പേജ്. Now, what about the Java server page? It is also an open source. You can freely use. Java server page technology provides a simple and fast way to create dynamic web page. Java server page എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇതും എന്ത് തന്നെയാണ്, ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ Sun Microsystems. ഡെവലപ്ഡ് ബൈ Sun Microsystems. എക്സ്റ്റൻഷൻ എന്തായിരിക്കും? .jsp എന്നുള്ള എക്സ്റ്റൻഷനാണ് ഇവിടെ ഉപയോഗിക്കുക. ടു റൺ JSP Apache Tomcat വെബ് സെർവർ ഈസ് യൂസ്ഡ്. സാധാരണ JSP ജാവ സെർവർ പേജ് ഉപയോഗിക്കുന്നത് അപ്പാച്ചി പോലുള്ള സെർവറുകളാണ്, Tomcat പോലുള്ള സെർവറുകളാണ്. വാട്ട് അബൌട്ട് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്, CSS? It is a special, or it is a separate section which is used to make our web pages beautiful. നമ്മുടെ വെബ് പേജുകളെ വളരെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുക, നമ്മുടെ വെബ് പേജുകളെ സ്റ്റൈലിഷ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ഉപയോഗിക്കുന്നത്. It's a style sheets language used for describing the formatting of a document written in HTML. നമ്മൾ HTML ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ് പേജുകളെ വളരെ സ്റ്റൈലിഷ് ആക്കി മാറ്റുക എന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമാറ്റ്, അലൈൻമെൻറ്റ്, കളർ, ഫോണ്ട് എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വളരെ അട്രാക്റ്റീവ് ആക്കിയുള്ള വെബ് പേജുകളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ഉപയോഗിക്കുക. യൂസിങ് CSS വി ക്യാൻ കൺട്രോൾ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും CSS ഉപയോഗിച്ചുകൊണ്ട്. വളരെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കളർ ഓഫ് ദ ടെക്സ്റ്റിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ദ സ്റ്റൈൽ ഓഫ് ദ ഫോണ്ട് സ്റ്റൈൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ദ സ്പേസിംഗ് ബിറ്റ്വീൻ പാരഗ്രാഫുകൾ തമ്മിലുള്ള സ്പേസുകൾ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. കോളംസ് ആർ റീസൈസ്ഡ് ആൻഡ് ലേഡ് ഔട്ട്. കോളംസിൻ്റെ സൈസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ലേഔട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ബോർഡർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ബോർഡർ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജുകൾ, കളറുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയതാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. CSS allows adapting the presentation of a web page to devices with different screen sizes such as desktop monitor, tablet or mobiles. നമുക്കറിയാം പല വെബ് പേജുകളും നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഒരു അലൈൻമെൻറ്റോ ഒരു ലേഔട്ടോ ആയിരിക്കില്ല നിങ്ങളുടെ മൊബൈലിലൂടെ നിങ്ങൾ വ്യൂ ചെയ്യുന്ന സമയത്ത്. അത്തരത്തിൽ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യുക, ലേഔട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. സോ ദിസ് ഈസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്, CSS. ഓക്കെ, സോ ദീസ് ആർ ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ ഈ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെ? വാട്ട് ഈസ് അജാക്സ്? എന്താണ് അജാക്സ്? നമ്മൾ പറയാൻ വിട്ടുപോയതാണ് അജാക്സ്. അസിൻക്രോണസ് ജാവ ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അജാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നിങ്ങളുടെ റിസൾട്ട് വ്യൂ ചെയ്യുന്ന സമയത്ത് വെബ് പേജിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ മാർക്കുകൾ എവിടെ അവൈലബിൾ ആവും. ആ ഫോർമാറ്റിൻ്റെ ഔട്ടർ സ്പേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് മറ്റ് പല കണ്ടൻറ്റുകളും കൊണ്ട് ഫുള്ളി പാക്ഡ് ആയിരിക്കാം. ഒരു ടേബിളിനകത്തായിരിക്കാം നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് മറ്റൊരു രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ രജിസ്റ്റർ നമ്പർ ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ മാർക്കുകളായിരിക്കും അവിടെ അവൈലബിൾ ആവുക. പക്ഷെ അതേ സമയത്ത് ആ സ്ക്രീനിലെ ബാക്കിയുള്ള കണ്ടൻറ്റുകൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ വളരെ ഫാസ്റ്റായി ബ്രൗസിങ് നടത്താൻ വെബ് പേജുകൾ നിങ്ങളുടെ ബ്രൗസറിലോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അജാക്സ്. ഇവിടെ asynchronous JavaScript and extensible markup language. It's a combination of JavaScript
ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ജാവാസ്ക്രിപ്റ്റിൻ്റെയും എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു കോമ്പിനേഷനിൽ അജാക്സ് എന്നുള്ള ഈ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത വളരെ ഫാസ്റ്റായിരിക്കും, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. സ്ക്രീനിലെ പല ഭാഗങ്ങളും റിഫ്രഷ് ചെയ്യാതെ തന്നെ വെബ് പേജുകൾ മാറിക്കൊണ്ടിരിക്കുക ഡൈനാമിക് ആക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് അജാക്സ്. അപ്പോൾ അജാക്സ്, അതിനുശേഷം നമ്മൾ ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് നമ്മൾ കണ്ടു, PHPയും ASP നമ്മൾ കണ്ടു, JSPയും കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സും കണ്ടു. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എക്സാമിന് ഇതിൽ പലതും പല തവണ ചോദിച്ചതാണ്. സോ ഈ പോയിന്റുകൾ ഒന്നുകൂടി ഓർത്തെടുക്കുക. ഓക്കെ, താങ്ക് യു.